നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്ത് റൊമാൻസ്? അനു, നിനക്കെന്താ ഇവിടെ കാര്യം? പോയേ, ഒരു റൊമാൻസുകാരി വന്നിരിക്കുന്നു. അശു ചേച്ചി അനുവിനെ ചീത്ത പറയണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അക്കു ചേട്ടൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാന്ന് പറഞ്ഞു. ഒരുമിച്ച് സിനിമയ്ക്ക് പോവാനേ. ആഹാ, സിനിമയ്ക്കോ? സിനിമയ്ക്ക് ഞാനും കൂടെ വരട്ടെ ചേച്ചി, പ്ലീസ്. മിണ്ടാതിരിക്കുന്നു. ഇതാ നിന്നോട് പോവാൻ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സിനിമയ്ക്ക് പോകുമ്പോ നീ എന്തിനാ അവർക്കിടയിൽ കട്ടുറുമ്പാവുന്നേ? ശരി, ഞാൻ വരുന്നില്ലേ. കുഞ്ഞേട്ടനും ചേച്ചിയൊക്കെ പോയിട്ട് വാ. ചാരു, സിനിമ മാത്രമുള്ളോ അതോ? സിനിമ കഴിഞ്ഞ് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ചാർ ചേച്ചി, ചേച്ചി കച്ചവടം എന്ന് പറഞ്ഞ് ടൗൺ മൊത്തം ചുറ്റിയിട്ടുള്ളതല്ലേ, ഇനി എന്ത് കാണാനാ? അനു, നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതല്ലേ. ചാരു, നീ പറ, ഇത്രയുള്ളോ അതോ ഇനിയുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ആ, കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു വലിയ ഹോട്ടലിൽ പോയി ഡിന്നറൊക്കെ കഴിച്ച് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരും. ഗംഭീര പ്ലാനിങ് ആണല്ലോ ചാരു. അപ്പൊ ഇന്ന് റൊമാൻസ് ഡേ ആണല്ലേ? ചുമ്മാ കളിയാക്കതാ അശു ചേച്ചി. ചിരിക്കടി, നല്ലോണം ചിരിക്കേ. ഇവിടെ തുള്ളല് കണ്ടേ നിന്റെ അച്ഛനെ പോലെ വായ പൊത്തി എല്ലാത്തിനും സപ്പോർട്ടും ചെയ്തു കൊടുക്ക. അമ്മക്കിത് എന്തിന്റെ കേടാ? ആകാശിന്റെ ചാരുവിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവരിതുവരെ എങ്ങും പോയിട്ടില്ലല്ലോ. എടി പെണ്ണെ, നീ മറന്നുപോയോ? രണ്ടുപേരും കൂടി ഹണിമൂണിനാണെന്ന് പറഞ്ഞ് 3 വരെ പോയിട്ട് വന്നത്? പോയി. പക്ഷെ അമ്മയുടെ മൂത്ത മോനെ ഇവരെ സമാധാനായിട്ട് എൻജോയ് ചെയ്യാൻ വിട്ടോ? ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കി, പിന്നെ മൂന്നാറിന് 2 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു പോരേണ്ടി വന്നില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കടി. അനു, അശു ചേച്ചി വേണ്ട, ഒന്നും പറയല്ലേ. അയ്യോ, നീ എനിക്ക് വക്കാലത്ത് പിടിക്കണ്ട. നിന്നെ ഞാൻ ഈ ജന്മത്തെ വിശ്വസിക്കില്ല. അതെ, അമ്മ ഈ ജന്മത്ത് ചാരുവിനെ വിശ്വസിക്കണ്ട. വിശ്വസിച്ച് കൂടെ നിന്ന അമ്മയുടെ പാപമെല്ലാം മാറും. അതിനമ്മ സമ്മതിക്കില്ലല്ലോ. ഇന്നലെ വന്നു കയറിയവർക്ക് വേണ്ടിട്ട് പെറ്റതള്ളെ കുറ്റം പറഞ്ഞോണ്ട് നീ നടക്ക്. അമ്മയെ കുറ്റം പറഞ്ഞതല്ല, ഇനിയെങ്കിലും ചാരു ചേച്ചിയെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതാ. ആകാശം അമ്മയുടെ മോൻ തന്നെയല്ലേ? ആകാശം അവന്റെ ഭാര്യയെ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോ അമ്മയ്ക്കും അതൊരു സന്തോഷല്ലേ? ഇല്ല, എനിക്ക് സന്തോഷം ആവില്ല. എടി, എന്റെ മോൻ സന്തോഷത്തോടെ തന്നെ ജീവിക്കണം, അതെനിക്കിഷ്ടം തന്നെ. പക്ഷെ അത് ഇവളുടെ കൂടെ ആവുമ്പം അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എത്ര നല്ല നിലയിൽ ജീവിക്കേണ്ടവനാ. ഇവളെ എടുത്ത് അവന്റെ തല വെച്ചില്ലേ? ആലോചിക്കുമ്പോ എനിക്കങ്ങോട്ട് കാലേന്ന് പെരുത്ത് വരും എനിക്ക്. അമ്മേ, ആ വായു നടക്കുന്നുണ്ടോ പ്ലീസ്? എന്ത്? അമ്മ ഒന്ന് പോയേ. അമ്മയോട് പോവാൻ പറ. അമ്മ വന്നേ, വാ പ്ലീസ്. അമ്മയല്ലേ, എന്റെ പൊന്നമ്മയല്ലേ, വെറുതെ ഓരോന്ന് പറയാതെ വന്നേ. ചാരു ചേച്ചി പാവല്ലേ, അമ്മയോട് എന്ത് ചെയ്തിട്ടാ? മാറി അങ്ങോട്ട്. ഇവളെ എന്റെ മരുമകളായിട്ട് ഈ വീട്ടിൽ വന്നത് തന്നെ എന്നോട് ചെയ്ത ഏറ്റവും വലിയ പാവം. അത് നിനക്കറിയോ? അമ്മ വന്നേ, മാറിപ്പോ അങ്ങോട്ട്. കാലത്തിന് വന്നേക്കുന്നു. അമ്മ പറയുന്നത് കാര്യാക്കണ്ട. ചാരുവിനെ കാണുമ്പോ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളതല്ലേ ഈ കുത്തിനോവിക്കല്. മൈൻഡ് ചെയ്യണ്ട. ദേ, ആകാശിനെ കൊണ്ടുപോവാൻ ഭക്ഷണം പാകം ചെയ്യാൻ നോക്ക്. ചെല്ല്.
എണീക്കടാ. പോയി എടുത്തോണ്ട് വാടാ.